പക്ഷേ ഫാസിസം എന്ന് പറയുമ്പോൾ നിങ്ങളെന്തിനാണ് ഹിറ്റ്ലറിനെ ഓർക്കുന്നത്? മുസോളിനിയല്ലേ ഓർക്കേണ്ടത്? മുസോളിനി ഓർക്കണ്ട, ഈ പറഞ്ഞ കാലം ആരും ഓർക്കണ്ട. പക്ഷേ ഹിറ്റ്ലറിനെ നിങ്ങൾ ഓർത്തിരിക്കണം, ഹിറ്റ്ലറിനെ പഠിക്കണം. കാരണം എന്താണ്? അപ്പുറത്ത് ജൂതനാണ്. ജൂതൻ്റെ 6 മില്യൺ ഫിഗർ ഉണ്ട്. ഓരോ വർഷം കഴിയുമ്പോഴും പറയും 6 മില്യൺ ചത്തു, 6 മില്യൺ കൊന്നു, 6 മില്യൺ ജൂതന്മാരെ കൊന്നു. 6 മില്യൺ ഇവരുടെ കണ്ണയാണ്. അത് മെയ്ഡപ്പ് സ്റ്റോറി. എത്ര പേര് കൊന്നു പോലും കൃത്യമായിട്ട് കണക്കൊന്നുമില്ല. ഇവർ പറയും 6 മില്യൺ ഉണ്ട്, 6 മില്യൺ. ഞങ്ങൾ 6 മില്യനകത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുക. അത് മാറ്റത്തില്ല. അതിനകത്ത് കൂടുതലും കുറവായാലും ഞങ്ങൾക്ക് 6 മില്യൺ മതി. അതാണ് അവരുടെ കണക്ക്. കാരണം 1919 വെയ്മർ റിപ്പബ്ലിക് വന്നപ്പോൾ ഇന്നത്തെ ലാസ് വേഗസ് പോലെ അന്നത്തെ ബെർലിൻ മാറി. പോണോഗ്രാഫി, ആദ്യത്തെ സെക്സോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആദ്യമായിട്ടുണ്ടാക്കുന്നത് ഈ പറഞ്ഞ ബെർലിനിലാണ്. അതേപോലെ ഏറ്റവും പോണോഗ്രാഫിക്ക് ഏറ്റവും പേര് കേട്ട സ്ഥലം ഇതാണ്. LGBTQ ആദ്യമായ ട്രാൻസ്ജെൻഡർ ഓപ്പറേഷൻ നടത്തിയ ആൾ ഹെൽഫോർഡോ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം ജൂതനാണ്. അയാളുടെ പുസ്തകങ്ങൾ ഇതേ LGBT ആയിട്ട് ബന്ധപ്പെട്ട അത് LGBT ഒന്നും നമ്മൾ പറഞ്ഞില്ല, ഇപ്പോഴത്തെ കാലഘട്ടമൊന്നുമല്ല, എല്ലാം ജൂതം കൊണ്ടുവന്നാണ്. പലിശ, യൂസറി, ഇപ്പോൾ ക്രിസ്ത്യാനികൾ പോലും ചെയ്യാത്ത സാധനമാണ് യൂസറി. അത് ചെയ്യാത്തതിൻ്റെ പേരിൽ ജൂതൻ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ പലിശയ്ക്ക് തരാം. അവർ പണക്കാരായി. റോസ്ചൈൽഡ് ഫാമിലി വന്നത് 17th സെഞ്ചുറി, അവരാണ് അങ്ങനെ വന്നത്. അവിടുന്ന് അങ്ങോട്ട് പണം കുന്നുകൂടാൻ തുടങ്ങി. റോസ്ചൈൽഡ് ഫാമിലിയുടെ അവർ പലിശയാണ്. അവരുടെ മക്കളെ 4 സിറ്റി, ഫ്രാൻസിൽ, ലണ്ടനിലേക്കൊക്കെ വിട്ട്, ഓസ്ട്രേലിയയിലേക്ക് വിട്ട് അവിടുത്തെ ബിസിനസ് വളർത്തി അതിങ്ങനെ പൈസ കൂമ്പാരമായിട്ട് വന്നു പറഞ്ഞു. അതിനുശേഷം പലിശ കൊടുത്തുന്നത് ഈ ജർമ്മൻകാലം മുടിഞ്ഞു. അവരുടെ വീട്ടിലിപ്പം പണിയില്ല, ജോലിയില്ല, എല്ലാവരും കഷ്ടപ്പാടാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഹിറ്റ്ലർ വരുന്ന ആ സമയത്താണ് 1933 ആദ്യം ചെയ്തത് ഈ പറഞ്ഞ സെക്സോളജിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പുസ്തകങ്ങൾ മുഴുവൻ കത്തിച്ച് കളയുക എന്നുള്ളതാണ്. അയാൾ എഴുതിയ എല്ലാ പ്രബന്ധങ്ങളും കത്തിച്ചു. അതാണ് തുടക്കം. അതിനുശേഷം യൂസറി നിരോധിച്ചു. ജൂതനടി കിട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നിങ്ങൾ ഹിറ്റ്ലറിനെ എന്തുകൊണ്ട് ഓർക്കണമെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ജൂതൻ മരിച്ചതിനെക്കുറിച്ച് ഓർക്കണമെന്ന് പറഞ്ഞത്. നിങ്ങൾ കാണുന്നില്ലേ, ഹോളോകോസ്റ്റ് കണ്ടില്ലേ? ഞങ്ങൾ ഇനിയും വിഷമിപ്പിക്കരുത്. ഹോളോകോസ്റ്റ് ഡേ ഉണ്ട്. ഈ ജനോസൈഡൊക്കെ നടക്കുന്ന സമയത്ത് ഹോളോകോസ്റ്റ് ഡേ ഉണ്ട്. അവർ പറയുന്നത് ഇനി ഒരു ഹോളോകോസ്റ്റ് ഉണ്ടാവരുത്. പറയുമ്പോൾ 2 വർത്താനം പറയരുത്. അപ്പോൾ പറയും നിങ്ങൾ ഓർക്കുന്നത്, നിങ്ങൾ ഹിറ്റ്ലറിനെ ഓർക്കുന്നത്, നാസികളെ ഓർക്കുന്നില്ല, നാസികളെ സപ്പോർട്ട് ചെയ്തത്. അപ്പുറത്ത് ആൻറ്റിസെമിറ്റിസം ഇത്രയും ജൂതന്മാരെ കൊന്നൊടുക്കിയ സംഭവങ്ങൾ കണ്ടില്ലേ? അതെന്തിനും ഓർത്തോണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ മരിച്ച ആൾക്കാർ എത്ര പേരുണ്ട്? സ്വന്തം രാജ്യക്കാരിലെ കമ്മ്യൂണിസ്റ്റുകളില്ലേ? അപ്പോൾ അവരൊന്നും മനുഷ്യന്മാരില്ലേ? നിങ്ങളെന്തിനാ ഇത് നിങ്ങളുടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളെന്തിനാണ് ഈ പറഞ്ഞ വിക്ടിം കാർഡ് എടുക്കുന്നത്? ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്നു, ഞങ്ങളുടെ ലോകം മുഴുവൻ ഓടിക്കുന്നു, പക്ഷേ ഓടിച്ചതിൻ്റെ കാരണം പറ, അതുകൂടെ പറഞ്ഞിട്ട് പോവാം. അപ്പം അങ്ങനെയാണ് ഈ പറഞ്ഞ ഹിറ്റ്ലറിനെ നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹിറ്റ്ലറിൻ്റെ ചരിത്രം മാത്രമല്ല, ഒരുപാട് ചരിത്രം പഠിക്കണം. ബെൽജിയത്തിൻ്റെ ചരിത്രം പഠിക്കണം, UK ബ്രിട്ടൻ്റെ ചരിത്രം പഠിക്കണം, അമേരിക്കയുടെ ചരിത്രം പഠിക്കണം.